ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ അടുത്ത പ്രതിയിലേക്ക് അന്വേഷണ സംഘം എത്തിയ ദിവസമാണിന്ന്. ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് മുരാരി ബാബുവിലേക്ക് SIT എത്തി. ആരാണ് ഇന്ന് SIT പിടികൂടിയ മുരാരി ബാബു എന്ന് വിശദമായി നോക്കാം. അതായത് സ്വർണം ചെമ്പാക്കിയ വിദഗ്ധനാണ് മുരാരി ബാബു. സ്വർണ്ണക്കൊള്ളയിൽ മുരാരി ബാബുവിന്റെ റോൾ എന്താണ്? ആരായിരുന്നു മുരാരി ബാബു? ഈ കാണുന്ന പോലെ ഹരിപ്പാട് ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണറായിരുന്നു മുരാരി ബാബു. ഈ സ്വർണ്ണക്കൊള്ള കേരളം അറിഞ്ഞ സമയത്ത് അന്ന് അവിടെ നിന്ന് അദ്ദേഹം ഈ കേസിൽ പ്രതിയാകുന്നു. ഒക്ടോബർ 7-ന് മുരാരി ബാബുവിനെ സസ്പെൻഡ് ചെയ്യുകയാണ് ആ സ്ഥാനത്ത് നിന്ന്. ഏത് സമയത്താണ് മുരാരി ബാബു ശബരിമലയിലേക്ക് എത്തുന്നത്? അത് വളരെ നിർണായകമായ സമയമാണ്, ശ്രദ്ധിക്കേണ്ട സമയമാണ്. 2019-ലാണ് മുരാരി ബാബു ശബരിമലയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആകുന്നത്. അതെ, സ്വർണ്ണക്കൊള്ള നടന്ന 2019-ൽ തന്നെ. കേസിൽ മുരാരി ബാബു 2ാം പ്രതിയാവുകയാണ്. 2024-ൽ, അതായത് കഴിഞ്ഞ വർഷം ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾക്ക് ചെറിയ മങ്ങലൊക്കെ വന്നിട്ടുണ്ടല്ലോ എന്ന ചർച്ചകൾ വരുമ്പോൾ അത് ശരിയാക്കാൻ കൊടുത്തുവിടാമെന്ന് ശുപാർശ ചെയ്തതും ഇതേ മുരാരി ബാബു തന്നെയാണ്. അതായത് തങ്കം പൊതിഞ്ഞ പാളികൾ ചെമ്പാണെന്ന് പറഞ്ഞ് രേഖയുണ്ടാക്കിയത് ഈ മുരാരി ബാബുവാണ്. ശബരിമലയിലേക്ക് എത്തുന്നതിന് മുൻപ് മുരാരി ബാബു എവിടെയായിരുന്നു? അതും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയിരുന്നു അതിനു മുൻപ് മുരാരി ബാബു. അവിടുത്തെ അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണറായും പ്രവർത്തിച്ചിട്ടുണ്ട്. അതോടൊപ്പം തിരുനക്കരയിലെ അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണർ, ഈ നിലകളിലൊക്കെ മുരാരി ബാബു പ്രവർത്തിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നാണ് ശബരിമലയിലേക്കുള്ള എൻട്രി വരുന്നത്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള മാത്രമാണോ മുരാരി ബാബുവിന്റെ ഏക തട്ടിപ്പ്? മുൻപ് ജോലിയിലുണ്ടായിരുന്ന ഏറ്റുമാനൂരിലും തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് മുരാരി ബാബു. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് രുദ്രാക്ഷമാല കാണാതായിരുന്നു. അതിലും മുരാരി ബാബുവിന് പങ്കുണ്ടെന്ന് ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടുണ്ട്. വഴിപാട് നടത്താൻ ആളുകളിൽ നിന്ന് മുരാരി ബാബു പണം വാങ്ങും, പക്ഷേ അവർക്ക് രസീത് നൽകില്ല. ഇങ്ങനെ ആരോപണങ്ങളൊക്കെ ഉയർന്നതോടെ മറ്റൊരു പദവിയിൽ നിന്നും മുരാരി ബാബു പുറത്തായിട്ടുണ്ട്. NSSന്റെ പെരുന്നാ കരയോഗം വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കേണ്ടി വന്നു. NSS നേതൃയോഗം ആ രാജി ചോദിച്ചു വാങ്ങുകയായിരുന്നു. എന്തായാലും ഇന്നത്തെ മുരാരി ബാബുവിന്റെ അറസ്റ്റ് അത് ദേവസ്വം ബോർഡിനെ ശരിക്കും പ്രതിക്കൂട്ടിലാക്കുന്നതാണ്.